ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ചോദ്യങ്ങളാട്ടോ. കൂട്ടാനും കുറക്കാനും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യം 5000 കുറക്കണം 4234. നമുക്ക് ആദ്യം ഇത് ചെയ്യാം. 4234. ഇനി കുറക്കുക. 0-ൽ നിന്ന് 4 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്തുള്ള ആളടുത്ത് നിന്ന് കടം വാങ്ങും. പക്ഷെ അവിടെ കടം വാങ്ങാനില്ല. കാരണം എന്താ? അവിടെയും 0ആണ്. ഇപ്പുറത്ത് നോക്കിയാൽ അവിടെയും 0ആണ്. ഇപ്പുറത്ത് മാത്രമുള്ള നമ്പർ. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ നിന്ന് ആണ് ഓരോരുത്തർക്കും ഓരോന്നും ഇങ്ങനെ വാങ്ങുക. പക്ഷേ ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഇയാളോട് ഇയാൾക്ക് മാത്രമേ കടം ചോദിക്കാൻ പറ്റുള്ളൂ, അടുത്തടുത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഈ 5 ഒരു 1ന് ഈ 0-ന് കൊടുക്കുമ്പോൾ ഈ 1 എന്താ, അല്ല ഈ 0 എന്താകും? 10 എന്നാകും. 1 എന്നല്ലാതെ 10 എന്നാവുക. ഈ 0-ൻ്റെ ഇപ്പുറത്തൊരു 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി. ഈ 5 5-ൽ നിന്ന് 1 കുറഞ്ഞിട്ട് 5 4 എന്നായിട്ട് മാറും. ഇനി ഈ 10 വേണം 0-ന് 1 കൊടുക്കാൻ. ഈ 10 0-ന് 1 കൊടുക്കുമ്പോൾ എന്താവും? 0 അതിൻ്റെ ഇപ്പുറത്തൊരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 10. ഈ 10 10-ന്ന് 1 കുറഞ്ഞ് 10 9 എന്നായി. ഇനി ഈ 10 ഈ 0-ന് 1 കൊടുത്തിട്ട് ഈ 0-ന് 10 എന്നാക്കും. ഈ 10 9 എന്നാവും. ഇനി നേരെ ചെയ്യുക. 10-ൽ നിന്ന് 4 കുറക്കുക 6, 9-ൽ നിന്ന് 3 കുറക്കുക 6, 9-ൽ നിന്ന് 2 കുറക്കുക 7, 4-ൽ നിന്ന് 4 കുറച്ചാൽ 0. അതെഴുതണോ? അതെഴുതണ്ട. ഇവിടെ 0 എന്നിട്ടാൽ നമ്മൾ 0766 എന്ന് 0766 എന്ന് പറയുമോ? ഇല്ല. നമ്മൾ വെറും 766 എന്ന് പറയാം, അല്ലെങ്കിൽ 766 എന്ന്. അപ്പോൾ 0 ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ഇത് രണ്ടും സോൾവ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി. എന്താ കിട്ടിയത്? 766. അതിനോട് 3000 കൂട്ടണം. 3000 പ്ലസ് 766 പ്ലസ് ഇത് പ്ലസ് ചെയ്യുക. 0 പ്ലസ് 6 6, 0 പ്ലസ് 6 6, 0 പ്ലസ് 7 7, 3. 3766. അപ്പോൾ ഒരാൾക്കൊരു സംശയം വന്ന്, ഇതും ആദ്യം ചെയ്തിട്ട് പിന്നെ ചെയ്താൽ പോരെ ഇതെന്ന്. അങ്ങനെ ചെയ്യുക. അപ്പോഴും നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടണം? ഇതേ ആൻസർ കിട്ടണം. ആൻസറിൽ ലാസ്റ്റ് കിട്ടണം. ആൻസറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് തെറ്റാം. പക്ഷേ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇത് കിട്ടില്ല. ഇതിന് പകരം വേറെ ഒന്നാ വരിക. ലാസ്റ്റ് ആൻസറാണ് ഒരേപോലെ വരിക. ചെയ്ത് നോക്കുക. ഇതിനെയും ആദ്യം ചെയ്യുക. ഇത് 5000, ഇത് 3000. അത് ഈ കുറക്കണം എന്നാണോ ഈ കൂട്ടണം എന്നാണോ എന്ന് ഇടുക. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ 5000 കുറക്കണം 3000 എന്നാണോ ഇടുക, അതോ 5000 പ്ലസ് 3000 എന്നാണോ ഇടുക? ഈ നമ്പറിൻ്റെ മുമ്പിൽ ഏത് ചിഹ്നമാണോ ആ ചിഹ്നമാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ 5000 പ്ലസ് 3000 ആഡ് ചെയ്യുക. 0 പ്ലസ് 0 0, ഇതും 0, 0 പ്ലസ് 0 0, 5 പ്ലസ് 3 8. നമുക്ക് 8000 എന്ന് കിട്ടിയിട്ടോ. ഇത് നോക്കുക. ഇവിടെ നമുക്ക് വെറും 766 എന്നാണ് കിട്ടിയത്. ഇവിടെ 8000. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇപ്പം തന്നെ തെറ്റാന്ന് പറയരുത്. നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ കിട്ടിയ ആൻസറിന് ഞാൻ അങ്ങോട്ട് എഴുതി. ഇനി ഇത് 4234. ഇത് കൂട്ടുകയാണോ കുറക്കുകയാണോ വേണ്ടിയേ? ഈ നമ്പറിൻ്റെ മുമ്പിലുള്ള ചിഹ്നം ഏതാ നോക്കുക. കുറക്കണമെന്ന്. അപ്പോൾ നമ്മൾ കുറക്കുക. 4 2 3 4. ഇനി 0-ൽ നിന്ന് 4 കുറക്കാൻ നോക്കി. പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളൊന്ന് കടം വാങ്ങാൻ നോക്കും. ഇവിടെയും 0ആണ്, ഇവിടെയും 0ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ചോദിക്കും. ഈ 8 ഒരു 1 കൊടുത്തിട്ട് 0-ന് 10 എന്നാക്കും. അപ്പോൾ 8 എന്താവും? 7 എന്നാക്കും. ഈ 10 ഒരു 1 കൊടുത്തിട്ട് ഈ 0-ന് 10 എന്നാക്കും. ഈ 10 9 എന്നാവും. അതൊക്കെ അപ്പം തന്നെ എഴുതി വെക്കണം, അല്ലെങ്കിൽ തെറ്റും. ഈ 10 ഒരു 1 കൊടുത്തിട്ട് ഈ 0-ന് 10 എന്നാക്കും. ഈ 10 9 എന്നാവും. ഇനി നേരെ ചെയ്യാം. 10-ൽ നിന്ന് 4 കുറച്ചാൽ 6, 9-ൽ നിന്ന് 3 കുറച്ചാൽ 6, 9-ൽ നിന്ന് 2 കുറച്ചാൽ 7, 7-ൽ നിന്ന് 4 കുറച്ചാൽ 3. ഇതുവരെ ആൻസറാണോ? 3 3 7 7 6 6 6 6 ഒരേ ആൻസറാണ്. നമ്മൾ ചെയ്തത് ശരിയാണ്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഓർഡർ തെറ്റിച്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾ ചിഹ്നം നോക്കണം കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ആദ്യം നമുക്കിത് ചെയ്യാം. ഇത് രണ്ടും ആഡ് ചെയ്യാം. 5035 പ്ലസ് 2545. 5 പ്ലസ് 5 10. 10-ന് 0 നിന്ന് എഴുതി. ബാക്കി 1. 3 പ്ലസ് 4 7, 7ഉം 1ഉം 8. 0 പ്ലസ് 5 5, 5 പ്ലസ് 2 7.
അപ്പോൾ നമുക്ക് 7580 എന്ന് കിട്ടി. ഇനി കുറക്കണം 4566. നേരെ കുറക്കുക 566. 0-ൽ നിന്ന് 6 കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് 0-നെ 10 എന്നാക്കും. ഈ 8 7 എന്നായിട്ട് മാറും. 10-ൽ നിന്ന് 6 കുറക്കുക 4 എന്ന് കിട്ടി. 7-ൽ നിന്ന് 6 കുറച്ചാൽ 1 എന്ന് കിട്ടി. 5-ൽ നിന്ന് 5 കുറച്ചാൽ 0. 7-ൽ നിന്ന് 4 കുറച്ചാൽ 3. 3014. അപ്പോൾ ഇതിൻ്റെ ആൻസർ 3014 എന്നാണ്. ഇതിൻ്റെ ആൻസറോ 3766 എന്നാണ്. ഇനി ഇത് രണ്ടും ആദ്യം ചെയ്താലോ, എന്നിട്ട് ഇത് മൂന്നാമത് ചെയ്താലോ? അപ്പോൾ നമുക്ക് 3014 കിട്ടുന്നുണ്ടോ നോക്കുക. ആദ്യം ഇത് രണ്ടും ചെയ്യാം. 2545 കുറക്കണം ഇത്. ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് ചെറിയ സംഖ്യയാണ്, ഇത് വലിയ സംഖ്യയാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കുറച്ച് പഠിക്കണ്ട, ഇത് വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. പിന്നെ ഇതിനെയും ചെയ്യാം. ഇതും ആദ്യം ഇത് രണ്ടും. 5335 കുറക്കണം 4566. ഇതിനേക്കാളും ചെറിയ സംഖ്യയാണ് ഇത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ നോക്കാനാട്ടോ. 35 കുറക്കണം 4 5 6 6. 5-ൽ നിന്ന് 6 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊന്ന് ഇവിടുന്ന് കടം വാങ്ങി ഇതിനെ 15 എന്നാക്കും. 3 2 എന്നായി. 15-ൽ നിന്ന് 6 കുറച്ചാൽ 9 എന്ന് കിട്ടും. 9. ഇത് 2-ൽ നിന്ന് 6 കുറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് കടം വാങ്ങും. പക്ഷേ ഇവിടെ 0ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങും. 5-ൽ നിന്ന് ഒരു 1 കൊടുത്തിട്ട് ഇതിനെ 10 എന്നാക്കും. 5 4 എന്നാവും. 10 ഈ 2-ന് ഒരു 1 കൊടുത്തിട്ട് 2-നെ 12 എന്നാക്കും. 10 9 എന്നാവും. ഇനി 12-ൽ നിന്ന് 6 കുറച്ചാൽ 6 എന്ന് കിട്ടി. 9-ൽ നിന്ന് 5 കുറച്ചാൽ 4 എന്ന് കിട്ടി. 4-ൽ നിന്ന് 4 കുറച്ചാൽ 0 എന്ന് കിട്ടി. അത് നമുക്ക് എഴുതണ്ട. അപ്പോൾ നമുക്ക് 469 എന്ന് കിട്ടിട്ടോ. നമ്മൾ ഇതുമാണ് ചെയ്തത്. ഇനി ഇത് ബാക്കിയുണ്ട്. പ്ലസ് 2545 കൂട്ടണം. 2545. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതെ നിൽക്കാനാണ് ഞാൻ ഈ 4 എണ്ണം ഉള്ളത് ആദ്യം എഴുതിയത്, പിന്നെ 3 എണ്ണം ഉള്ളത്. ഇതിങ്ങനെ എഴുതാം. 469 പ്ലസ് 2545 എന്ന് എഴുതിയാലും ശരിയാണ്. എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരം കിട്ടും. ഇനി 5 + 9 14. 4 എന്ന് എഴുതി ബാക്കി 1. ബാക്കിയൊരു 1 ഉണ്ട്. ആ 1ഉം 4ഉം 5 5ഉം 6ഉം 11. അതിന് 1 എന്നിട്ട് ബാക്കി ഒരു 1. ആ 1ഉം 5ഉം 6 6ഉം 4ഉം 10. 10-ന് 0 എന്നിട്ട് ബാക്കി ഒരു 1. 1ഉം 2ഉം 3. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ 3014. ഇതാ അതന്നെ നമുക്ക് വീണ്ടും കിട്ടി 3014. അപ്പോൾ എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ കിട്ടും. ആദ്യം ചെയ്യുമ്പോൾ 2 2 വരും. ഇത് വേറെ കണ്ടോ. പക്ഷെ പിന്നെ ചെയ്തപ്പോൾ 2ഉം ഒരേ ആൻസറായി. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആൻസറാണ് നമുക്ക് സെയിം ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ പ്ലസും മൈനസൊക്കെ നോക്കിയിട്ട് ചെയ്യണം. ഏറ്റവും നല്ലത് ആദ്യം വരുന്ന ചെയ്യുക, പിന്നെ കിട്ടുന്ന ഉത്തരത്തിനോട് അടുത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി.